ഇത് കിഴക്ക് ദർശനമായിട്ടുള്ള 2 ബെഡ്റൂമുള്ള ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വരച്ചേക്കുന്ന ഡിസൈനുകളാണ് ഇന്ന് നമ്മൾ ചെയ്യപ്പെടാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്, 2 ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്, ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്, ലിവിങ്, ഫാമിലി, വർക്ക് ഏരിയ, കിച്ചൺ, പോർച്ച്. ഇതൊരു ഡിസൈനാണ്. രണ്ടാമത്തെ ഡിസൈൻ എന്ന് പറയുന്നത് ഇവിടെ സിറ്റ് ഔട്ട്, അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നേരെ ലിവിങ് ഹാള്, ഇവിടെ ബെഡ്റൂം, ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം, ടോയ്ലറ്റ്, വർക്ക് ഏരിയ, കിച്ചൺ വരുന്ന രീതിയിലാണ്. ഇതേപോലെയുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവരും വരച്ചേക്കുന്ന ഇതേപോലത്തെ ഫ്ലോർ പ്ലാനുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലോർ പ്ലാനുകൾ എല്ലാവരും കൂടെ പരിശോധിക്കുകയും പിന്നെ തെറ്റുകുറ്റങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു ചലഞ്ചാണ് നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച്. ഇതാണ് സിറ്റ് ഔട്ട്, ഇല്ലാതുണ്ട് 2 ബെഡ്റൂം, 1, 2 ടോയ്ലറ്റ്, വർക്ക് ഏരിയ, കിച്ചണ്, സ്റ്റെയർ, ഗസ്റ്റ്, ഈ രീതിയിൽ കൊടുത്തേക്കുന്ന രീതിയിലേക്ക്. പിന്നെ അത് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റിക്കകത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും, അതിന്റെ തെറ്റുകുറ്റങ്ങൾ പറയുകയും ചെയ്യുമ്പോഴത്തേക്കും പിന്നീട് തെറ്റുകൾ വരാത്ത രീതിയിലേക്ക് ചെയ്യാൻ സാധിക്കും. കാരണം ഇതിനകത്ത് ബിഗിനർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഇത് ഒരു സിറ്റ് ഔട്ട്, ലിവിങ്, ഇവിടെ 2 ബെഡ്റൂം, ഇവിടെ വർക്ക് ഏരിയ, കിച്ചണ്, ഈ രീതിയിൽ വരുന്ന 2 ബെഡ്റൂമുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള വീടിന്റെ ഫ്ലോർ പ്ലാനുകളാണ്. ഇത് സിറ്റ് ഔട്ട്, ലിവിങ്, ബെഡ്റൂം ഇവിടെ ഒരെണ്ണം, രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ, ബെഡ്റൂം ഇവിടെ. ഇവിടെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ്, എഴുതിയപ്പോൾ ഇത് തെറ്റിപ്പോയതാണ്. അപ്പൊ ഇതേപോലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പറഞ്ഞ് മാത്രമാണ് തീർക്കാൻ പറ്റുന്നത്. അപ്പൊ അതെങ്ങനെയൊക്കെയാണ് അതിന്റെ തെറ്റുകുറ്റങ്ങൾ വരുന്നത്, ആ തെറ്റുകുറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇത് ഇതിൽ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഇതേപോലെ ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉണ്ടാവും. ഇവിടെ W2 ഇവിടെ എഴുതിയതൊക്കെ ക്ലറിക്കലാണ്. അപ്പൊ അതും ഇതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് മാറ്റുന്ന രീതിയിലേക്ക് എല്ലാവരും കൂടെ തെറ്റുകുറ്റങ്ങൾ എല്ലാവരും കൂടെയാണ് പറയുന്നത്. കൃത്യമായിട്ട് അത് സോൾവ് ചെയ്യാൻ സാധിക്കും. സിറ്റ് ഔട്ട്, സ്റ്റെയർ, ഇവിടെ സ്റ്റഡി റൂം, ബെഡ്റൂം, ഇവിടെ ബെഡ്റൂം, ഇവിടെ ഡൈനിങ്, ലിവിങ് ഹാള്, കിച്ചണ്, വർക്ക് ഏരിയ, ഇത് അതുപോലെ ഡിസൈൻ. ഇതെല്ലാം 2 ബെഡ്റൂമുള്ള ഫ്ലോർ പ്ലാനുകളാണ്. ഇങ്ങനെ ഈ ഒരു ഫ്ലോർ പ്ലാനുകൾ അവർ ക്രമീകരിക്കും. ബാക്കിയുള്ളവരുടെ ഫ്ലോർ പ്ലാനുകൾ പരിശോധിക്കുകയും ചെയ്യുമ്പോഴത്തേക്കാണ് അവർ കൃത്യമായിട്ട് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പിടിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ഒരു ഫ്ലോർ പ്ലാൻ നമ്മൾ വരയ്ക്കുന്നതിന് പകരമായിട്ട് ഇതേപോലെ 10 പേരുടെ ഫ്ലോർ പ്ലാനുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിലുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതെല്ലാം 2 ബെഡ്റൂമുള്ള ഫ്ലോർ പ്ലാനുകളാണ്, കിഴക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാനാണ്. ഇതാണ് നമ്മുടെ ചലഞ്ച്. ഓരോ തവണ ഓരോ ഫ്ലോർ പ്ലാനുകളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഫ്ലോർ പ്ലാൻ പ്രകാരമായിട്ടുള്ള സിറ്റ് ഔട്ട്, ലിവിങ്, മാസ്റ്റർ ബെഡ്റൂം, ബെഡ്റൂം, ടോയ്ലറ്റ് വരുന്ന രീതിയിലേക്കുള്ള എല്ലാം 2 ബെഡ്റൂമുള്ള ഫ്ലോർ പ്ലാനുകൾ മാത്രമാണ് ഈ എടുത്തേക്കുന്നത്. അപ്പം ഇതിനകത്ത് സിറ്റ് ഔട്ട് ഒരു ഫ്ലോർ പ്ലാന്റെ ഡിസൈൻ വേറൊരു ഫ്ലോർ പ്ലാന്റെ ഡിസൈനായിട്ട് ഒരിക്കലും ഒരു ബന്ധമുള്ളതോ അല്ല, അങ്ങനത്തെ എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ചെയ്തേക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ഇത്. അപ്പൊ നമുക്ക് ആദ്യമേ നമുക്ക് കമ്പ്യൂട്ടർ വരയ്ക്കാൻ അറിയാൻ മേലാത്ത ആളുകൾക്ക് ഇതേപോലെ പേരും പേപ്പറും വെച്ചും ചെയ്യാൻ പറ്റും. അത് കൃത്യമായിട്ട് എങ്ങനെയൊക്കെയാണ് എഴുതുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പൊ ആ രീതിയിൽ കൃത്യമായിട്ട് എഴുതി പോകുന്നുണ്ട്. സിറ്റ് ഔട്ട്, ഇതിന്റെ ലിവിങ് ഹാള്, ഡൈനിങ്, ബെഡ്റൂം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇവിടെ ഇങ്ങനത്തെ രീതിയിൽ ഫ്ലോർ പ്ലാനുകൾ ക്രമീകരിക്കുകയും അതുപോലെ തന്നെ പരിശോധിക്കുകയും ചെയ്യുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് 3 ബെഡ്റൂമുകളായിരിക്കും അടുത്ത ആഴ്ച നമ്മൾ ചെയ്യുന്നത്. ഇതേപോലത്തെ ഫ്ലോർ പ്ലാനുകളായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഇവരെങ്ങനെയാണ് ഇതേപോലത്തെ ഫ്ലോർ പ്ലാനുകൾ വരച്ചതെന്നും ഇവരെങ്ങനെയാണ് ഇതേപോലെ ചെയ്തതെന്നും അറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളിയാഴ്ച രാത്രി 8:30-ക്ക് ലൈവായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള വെബിനാറിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഇവർ ഫ്ലോർ പ്ലാൻ വരയ്ക്കുന്നത് എന്നുള്ള മെത്തേഡ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.